കരിപ്പൂരിലെ സ്വർണം പൊട്ടിക്കലിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 13 പേർ അറസ്റ്റിലായി. വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്ത് മുഴക്കുന്നും CPIM DYFI പ്രവർത്തകരുമാണ് അറസ്റ്റിലായത്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമായ പ്രവർത്തകരെ നേരത്തെ തന്നെ നേതൃത്വം തള്ളിപ്പറഞ്ഞതാണ് എങ്കിലും പുതിയ സംഭവം CPIMന് വലിയ തലവേദനയാവുകയാണ്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അപ്പോൾ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ തന്റെ തെറ്റ് മറയ്ക്കുന്നതിനും തനിക്ക് കൂടുതൽ തെറ്റ് ചെയ്യുന്നതിനുള്ള ഊർജ്ജമാക്കി മാറ്റുന്ന ചില മനുഷ്യന്മാരുണ്ട്. അവർ ആ പാർട്ടിക്ക് നാണക്കേടാണ്, ആ നാട് നാണക്കേടാണ്, കൂട്ടർ വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് കൂടി പുറത്തു വരുന്ന സമയത്ത് ഇപ്പോൾ CPIMന്റെ ഒരു പ്രതികരണം എന്താ? ഷിഹാസ്, ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുടെയൊക്കെ പ്രവർത്തനം വളരെ സജീവമാവുകയാണോ എന്ന സംശയമാണ് ഈ സംഭവങ്ങളിലൂടെയെല്ലാം, അല്ലെങ്കിൽ അത്തരമൊരു സംശയമാണ് ഉയരുന്നത്. ഇതിൽ CPM നേതൃത്വവും ഒരു ഭാഗത്ത് വളരെ പ്രതിരോധത്തിലാണ്. അത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. കാരണം ഇതിൽ CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കൂടി അറസ്റ്റിലായവരുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ്. മുഴക്കുന്ന് വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ശരത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കരിപ്പൂർ സ്വർണം ഇടപാടുമായി, സ്വർണം പൊട്ടിക്കലിന്റെ സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർ 2 ഇനോവയും സ്കൂട്ടറും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ പരിശോധിച്ച ഘട്ടത്തിലാണ് ഇവർ ഈ സ്വർണം പൊട്ടിക്കലിന്റെ ഭാഗമായിട്ടാണ് ആ എയർപോർട്ടിലേക്ക് എത്തിയതെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ CPMന്റെ പല താഴെത്തട്ടിലുള്ള നേതാക്കളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ സ്വർണം പൊട്ടിക്കലൊക്കെ നടക്കുന്നത് എന്നുള്ള വലിയ വിവാദം കണ്ണൂരിനെയും കേരളത്തെയും ആകെ ചർച്ചയാക്കുന്ന തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള സംഭവങ്ങളിലേക്കാണ് ഇപ്പോഴും പോക്ക് എന്ന് വേണം നമുക്ക് സംശയിക്കാൻ. ഏറ്റവും പ്രധാനമായി ബ്രാഞ്ച് സെക്രട്ടറി, അത് മുഴക്കുന്ന് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ വരുന്ന തില്ലങ്കേരിയും പരിസര മുടക്കോഴിമലയും ഉൾപ്പെടെ വരുന്ന പരിസര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ മുഴക്കുന്ന്. ആ മുഴക്കുന്ന് ലോക്കലിൽ പെടുന്ന ആ ഭാഗത്തുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ സംഭവത്തിൽ 13 പേരാണ് അറസ്റ്റിലാവുന്നത്. അതിൽ 9 പേർ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്, 6 പേർ മുഴക്കുന്ന് പ്രദേശത്ത് നിന്നുള്ളവരാണ്. അതായത് നേരത്തെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമൊക്കെയായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പേരുകൾ മാറി എന്നതിന് ഉപരിയായി ആ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിൽ തന്നെ ഈ ശരത്ത് ഇപ്പോൾ അറസ്റ്റിലായതോടുകൂടി തന്നെ CPM നേതൃത്വം ആകെ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ ഇത്തരം ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇത്തരം സംഘങ്ങളെല്ലാം പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഇത്തരത്തിൽ പാർട്ടി നേതാക്കളുമായും പാർട്ടി പ്രവർത്തകരുമൊക്കെയായി ബന്ധമുള്ള സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ആ ബന്ധം അപ്പാടെ തന്നെ പാർട്ടി നേതാക്കൾക്ക് വിച്ഛേദിക്കാനുമൊക്കെ കഴിഞ്ഞത്. പക്ഷേ വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കുന്ന നടപടികളിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്കാണ് കടക്കുന്നതെന്ന് വേണം നമുക്ക് ഈ സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. CPM നേതൃത്വം ഈ സംഭവത്തിൽ പ്രതിരോധത്തിലാണ്. ഇതുവരെയും ഒരു പ്രതികരണവും CPM നേതാക്കളുടെ ഭാഗത്ത് വന്നിട്ടില്ല, ഒരു പത്രക്കുറിപ്പും വന്നിട്ടില്ല. ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കാൻ തന്നെയാണ് നടപടിക്ക് സാധ്യത. പക്ഷേ ഈ ഘട്ടത്തിലും അത് വന്നിട്ടില്ല എന്നതും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. എന്തായാലും CPM നേതൃത്വം പ്രതിരോധത്തിലാണ്. ഈ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ സംഘങ്ങളുടെ ഇടപാടുകളും നീക്കങ്ങളും ഒക്കെ വളരെ സജീവമായി തുടരുകയാണോ, അല്ലെങ്കിൽ അത് വീണ്ടും സജ്ജരായി അവർ വീണ്ടും എത്തുകയാണോ എന്നുള്ളൊരു സംശയം കൂടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നുമുണ്ട്. ഷിഹാസ്, ശരി അർജുൻ, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി CPMന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.